അതെ, നമുക്ക് ഹോം മെയ്ഡ് ആയിട്ട് നല്ല അടിപൊളി ഒരു ഗ്രിൽഡ് ചിക്കൻ ഉണ്ടാക്കി നോക്കിയാലോ? അപ്പം നമ്മൾ അതിനായിട്ടൊരു 4 ലെഗ് പീസ് എടുത്തിട്ടുണ്ട്. അത് നല്ല വൃത്തിയായിട്ട് കഴുകിയെടുത്തതിന് ശേഷം നമുക്ക് അത് നല്ല രീതിയിലൊന്ന് വരഞ്ഞ് ഇത്തിരി ഉപ്പും മഞ്ഞളും ഒക്കെ ചേർത്തിട്ടൊന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. അപ്പോൾ ഓരോന്നായിട്ട് എടുത്തിട്ട് നമുക്കൊന്ന് അതൊന്ന് ജസ്റ്റ് ഒന്ന് വരഞ്ഞു കൊടുക്കാം. അത് ആ മസാലയൊക്കെ ഒന്ന് അതിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഒന്ന് വരഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ അത് നമുക്ക് എല്ലാം ഇതുപോലെ തന്നെ ഒന്ന് നന്നായിട്ടൊന്ന് വരഞ്ഞെടുക്കണം. അപ്പം നമ്മൾ എല്ലാം തന്നെ ഏകദേശം വരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പുറവും ഇപ്പുറമൊക്കെ. ഇനി നമുക്ക് അതിന് ആവശ്യത്തിനായിട്ടുള്ള കുറച്ച് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കൂട്ടത്തിൽ ഇനി ഒരു ശകലം മഞ്ഞൾപ്പൊടിയും കൂടെ ഞാനങ്ങ് തൂവി കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് നമുക്ക് ഇളക്കിയെടുക്കണം. അപ്പോൾ എല്ലാത്തിലും നല്ല രീതിയിലൊന്ന് പിടിക്കുന്ന രീതിയിലൊന്ന് മഞ്ഞളും ഉപ്പും കൂടെ തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ഒരു ശകലം നേരം, അതായത് നമ്മുടെ തലക്കൂട്ട് തയ്യാറാകുന്ന വരെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്ന് മാറ്റി വെക്കാം. അപ്പോൾ ആ സമയത്തേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി എടുത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിനുള്ള കുറച്ച് മഞ്ഞൾപ്പൊടി എടുത്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ച് കുരുമുളക് പൊടി വേണം. കുറച്ച് ഗരം മസാല എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ആവശ്യത്തിന് ചിക്കൻ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കൈയോളം നമ്മൾ കൊച്ചുള്ളി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു കൈയോളം തന്നെ തക്കാളിക്കായും കൂടി നമ്മൾ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നമ്മൾ ഒരു കൈയോളം ഒരിത്തിരി കറിവേപ്പില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഇനി ഇത്തിരി മല്ലിയിലയാണ്, ആഫ്രിക്കൻ മല്ലി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇച്ചിരി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി നമുക്ക് അതിൻ്റെ അകത്തോട്ടൊന്ന് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ ഇനി നമ്മൾ പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നാരങ്ങാനീര് കൂടി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാരങ്ങാനീരും അതുപോലെ തന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് എണ്ണയും കൂടെ വേണം ഇതൊന്ന് മിക്സ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഒരു നാരങ്ങാനീര് മൊത്തത്തിൽ പിഴിഞ്ഞെടുക്കുന്നുണ്ട്. പുളിപ്പൊന്നും അത്ര വരത്തില്ല. അപ്പോൾ ഇനി നമുക്ക് പാകത്തിന് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതിനി നമുക്കൊന്ന് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. അപ്പോൾ നമുക്കത് മിക്സിയിലിട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ചതൊന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം നന്നായിട്ട് ആ ഉപ്പും മഞ്ഞളും ഒക്കെ അതിൻ്റെ നല്ല രീതിയിലൊന്ന് പിടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ ആ അരച്ചെടുത്തിരിക്കുന്ന ആ പേസ്റ്റ് നമുക്ക് നന്നായിട്ട് ചിക്കനിലോട്ട് മാഗ്നേറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നല്ല രീതിയിൽ നമുക്കതൊന്ന് തേച്ച് പിടിപ്പിച്ച് എല്ലാ ഭാഗത്തും ചെല്ലുന്നത് പോലെ ഒന്ന് നന്നായിട്ട് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കണം. അപ്പം ഒരു സ്പെഷ്യൽ കൂട്ട് തന്നെയാണ് കേട്ടോ, നല്ല ടേസ്റ്റുമാണ് മസാലക്കൂട്ടിന് തന്നെ. അപ്പം നമുക്കത് എല്ലാ ഭാഗത്തും നല്ല രീതിയിൽ ആകുന്ന വിധത്തിൽ നന്നായിട്ടൊന്ന് തേച്ച് കൊടുക്കാം. അപ്പോൾ തേച്ചതിന് ശേഷം നമുക്കൊരു കുറച്ച് നേരം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടായിട്ടൊന്ന് വെക്കണം. അപ്പം നല്ല രീതിയിലൊന്ന് നമുക്കൊന്ന് തേച്ച് പിടിപ്പിക്കാം. ഏകദേശം നമ്മൾ എല്ലാത്തേലും തന്നെ നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. അതിനകത്തുമൊക്കെ നമ്മൾ ഒരു ശകലം പോലും കളയാതെ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അത് സത്യം പറഞ്ഞാൽ ഇത്തിരി നേരം നമ്മൾ റെസ്റ്റ് ചെയ്യാനും കൂടെ വെക്കുകയാണെന്നുണ്ടെങ്കിൽ, ഫ്രിഡ്ജിൽ തന്നെ വെക്കുകയാണെങ്കിൽ ആ ഒരു മസാലയൊക്കെ ചിക്കനിൽ നന്നായിട്ട് പിടിച്ചിട്ട് നല്ല സെറ്റായിട്ട് കിട്ടും. അപ്പം നമ്മളൊന്നും കൂടെ ഗ്രില്ല് ചെയ്തെടുക്കുമ്പോഴത്തേനും നല്ല പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് നല്ല ഗ്രിൽ ചിക്കൻ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പം ഏകദേശം എല്ലാത്തേലും നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പം ഇത് തന്നെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ, അത്യാവശ്യം നല്ലതായിട്ട് നമ്മൾ അരച്ചെടുത്ത മിക്സ് അതിൽ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഏകദേശം കുറച്ച് നേരം ഞാനൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെച്ചായിരുന്നു. അപ്പം നല്ല അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിത് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വിറക് നന്നായിട്ട് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മണ്ടയിലാണ് നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ആ ഒരു ഇത് വെച്ച് കൊടുത്തേക്കുന്നത്. ഇനി ഇതിൻ്റെ മണ്ടയിലേക്ക് നമുക്ക് ചിക്കൻ ഓരോന്നായിട്ട് എടുത്ത് വെച്ച് കൊടുക്കാം. അപ്പോൾ ഓരോന്നായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് കുറച്ച് എണ്ണയും അതുപോലെ തന്നെ കുറച്ചുകൂടി മസാലയൊക്കെ വേണ്ടതുപോലെ ഒന്ന് തേച്ച് പിടിപ്പിച്ച് കൊടുക്കാം. അപ്പോൾ ഇത് തീ ഇത്തിരി കുറച്ചിട്ടിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ ഞാൻ വെച്ച സമയത്ത് നന്നായിട്ട് തീ ഉണ്ടായിരുന്നു. അപ്പോൾ എന്നിട്ട് പതുക്കെ നമ്മൾ ഈ എണ്ണയൊക്കെ തേച്ച് കൊടുക്കുമ്പോഴത്തേനും കുറച്ചും കൂടെ ഒന്ന് നന്നായിട്ട് നാളി പിടിക്കുന്നുണ്ട്. അപ്പം അത് നമ്മൾ തീ കുറച്ചുകൂടി വലിച്ചിട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തിരിച്ചും മറിച്ചും എല്ലാം ഇട്ട് കൊടുത്ത് വേണം നമുക്കൊന്ന് വേവിച്ചെടുക്കാൻ. കഴിവതും സ്ലോ കുക്ക് ചെയ്തെടുക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഒരുപാട് തീ കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ഉള്ളും വേകാതെ അങ്ങ് വരും. അപ്പോൾ ചെറുതായിട്ട് ഞാനൊന്ന് നമ്മുടെ സ്പൂണ് വെച്ചിട്ടൊന്ന് കുത്തി കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്ന് കുത്തി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ഉള്ളിലോട്ടുമൊക്കെ അതിൻ്റെ ആ ഇതൊന്ന് ഇറങ്ങിയിട്ട് നല്ലതായിട്ട് നമുക്കതൊന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഇപ്പം ഏകദേശം ഒന്നായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മൾ അപ്പുറവും ഇപ്പുറമൊക്കെ തിരിച്ചിട്ട് കൊടുത്തിട്ട് കുറേശ്ശെ എണ്ണയും അതുപോലെ തന്നെ ബാക്കി വന്നിരിക്കുന്ന മിക്സും ചേർത്ത് കൊടുത്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ഗാർണിഷ് ചെയ്ത് കൊടുക്കാം.
അപ്പം നമ്മുടെ ഗ്രിൽഡ് ചിക്കൻ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹോം മെയ്ഡായിട്ട് എല്ലാവരും നമ്മുടെ ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക, കൂടെ ഒന്ന് ലൈക്കും ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുമ്പോൾ ഓളൊന്നുകൂടെ കൊടുത്താലേ മുന്നോട്ടുള്ള എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു ഐറ്റം ട്രൈ ചെയ്ത് നോക്കിയേക്കുന്നത്. അപ്പോൾ എല്ലാവരും ചിക്കൻ വാങ്ങിക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും ഇതുപോലൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ. കാരണം നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ മാത്രം വെച്ചിട്ടാണ് നമ്മളിതൊന്ന് ഗ്രില്ല് ചെയ്തെടുത്തേക്കുന്നത്. അത്രയ്ക്കും അടിപൊളി കേട്ടോ. എല്ലാവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടും. ഓക്കെ, ബായ്.